അങ്ങനെ നൈസായി വയനാടിനെ തേച്ച് രാഹുൽ ഗാന്ധി മടങ്ങുകയാണ് സുഹൃത്തുക്കളെ, മടങ്ങുകയാണ്. ഇങ്ങനൊരു വാചകം പറയണമെന്ന് വിചാരിച്ചതല്ല. പക്ഷേ ഈ ഒരേ തെരഞ്ഞെടുപ്പിൽ രണ്ടിടത്ത് മത്സരിക്കുക, ഒരു MLA സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ തൊട്ടടുത്ത് വീണ്ടും MP സ്ഥാനത്തേക്ക് മത്സരിക്കുക, ഇങ്ങനെയുള്ള കാഴ്ച കഴിഞ്ഞ് കുറേ കാലങ്ങളായി ഇത്തരം ആഭാസങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. കേരളത്തിലും പുറത്തുമൊക്കെ നമ്മൾ കാണാറുണ്ട്. രണ്ട് മണ്ഡലങ്ങളിൽ ദേശീയ നേതാക്കൾ മത്സരിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. രാജ്യത്തൊന്നാകെ ഒരു തെരഞ്ഞെടുപ്പ്, ഒരു വികാരം എന്ന നിലയിൽ നിൽക്കുമ്പോൾ എന്തിനാണ് രണ്ടിടത്ത് മത്സരിച്ച് അവിടെ നിന്നൊരു വികാരം ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് മനസ്സിലാക്കാത്തത്. ഇത്തവണ ഇന്ത്യ ഒന്നാകെ പിടിക്കാനുള്ള ശ്രമമാണെങ്കിൽ എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് മത്സരിച്ചത്? ഇനി പ്രിയങ്ക ഗാന്ധിയെ തന്നെ റായ്ബറേലിയിലോ അല്ലെങ്കിൽ വയനാട്ടിലോ ആദ്യം തന്നെ മത്സരിപ്പിക്കാൻ കഴിയുമായിരുന്നില്ലേ? ഇത്തരം നിരവധി ചോദ്യങ്ങൾ ഒരു രോഷമായി തന്നെ ഉള്ളിൽ ഉയർന്നു വരുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചോദിച്ചു തുടങ്ങിയത്. സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലേക്ക് കടക്കും മുൻപ് നിങ്ങളുടെ അഭിപ്രായം കൂടി കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് താല്പര്യപ്പെടുകയാണ്. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാനും താല്പര്യപ്പെടുകയാണ്. നേരെ വിഷയത്തിലേക്ക് പോകുകയാണ്. സുഹൃത്തുക്കളെ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്തേക്ക് നിങ്ങളെ ഒന്നുകൂടി കൊണ്ടുപോവുകയാണ്. അന്ന് എത്ര പേരാണ് കേരളത്തിൽ നിന്ന് രാജിവെച്ച് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോയത് എന്നുള്ളത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് രാജിവെച്ച് വടകരയിൽ മത്സരിക്കുന്നു. അടൂർ പ്രകാശ് കോന്നിയിൽ നിന്ന് രാജിവെച്ച് ആറ്റിങ്ങൽ പോയി മത്സരിക്കുന്നു. അങ്ങനെ ഇന്ത്യ ആകെ അന്ന് പിടിക്കും, അന്ന് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകും എന്നുള്ളതായിരുന്നു പ്രതീക്ഷയും പ്രഖ്യാപനവും എല്ലാം. അതുകൊണ്ട് കേന്ദ്രമന്ത്രിമാരാകാൻ വേണ്ടി പലരും ചൂട്ടും കത്തിച്ച് പോയതാണ്. പക്ഷേ അന്നൊന്നും സംഭവിച്ചില്ല. ഇത്തവണ പലരും തുടക്കം തന്നെ ഒഴിയാൻ വേണ്ടി കാത്തിരുന്നതുമാണ്. പലർക്കും മത്സരിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്തായാലും മത്സരിക്കാൻ താല്പര്യമില്ലാതിരുന്ന കെ മുരളീധരനൊക്കെ തോറ്റു. അദ്ദേഹത്തിന് അല്പം ആശ്വാസമുണ്ട്. അടൂർ പ്രകാശിനും തോൽക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ തോറ്റില്ല, കഷ്ടി ജയിച്ചു. അതിൻ്റെ നിരാശയും ഒരുപക്ഷെ കണ്ടേക്കാം. യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ തെരഞ്ഞെടുപ്പ് ആഭാസം എന്നുള്ളതാണ്. ഫലത്തിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുക, വിഡ്ഢികളാക്കുക എന്ന് എതിർ പാർട്ടിക്കാർ ആരാരോപിച്ചാലും അതിൽ തെറ്റു പറയാൻ കഴിയും. ഇപ്പോൾ കെ സുരേന്ദ്രനും ആരോപിക്കുന്നുണ്ട് വയനാട്ടിലെ ജനങ്ങളെ രാഹുൽ ഗാന്ധി വിഡ്ഢികളാക്കുന്നു എന്നുള്ളത്. പക്ഷേ കെ സുരേന്ദ്രനും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും കോന്നിയിൽ നിന്നും മത്സരിച്ച ആളുകൂടിയാണ്. സുരേന്ദ്രൻ്റെ കാര്യത്തിൽ പിന്നെ BJPയുടെ കാര്യത്തിൽ ഒരു കാര്യം പറയാം, അവർ 3-4 മണ്ഡലത്തിൽ മത്സരിച്ചാലും ചിലപ്പോൾ വിജയിക്കണം എന്നില്ല. പക്ഷെ വിജയിക്കാൻ സാധ്യതയുള്ളവർ, വിജയിക്കുന്നവർ പലരും ഈ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽപ്പെട്ട പലരും വിജയിക്കുന്നവരാണ്. അത്തരം വിജയിക്കുന്നവർ ഇങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയാനുള്ളത്. അതായത് വിജയിക്കുന്നവർ ഇങ്ങനെ ചെയ്യുന്നതോടെ ഫലത്തിൽ ആ മണ്ഡലത്തിലെ ജനങ്ങളെ വിഡ്ഢികളാക്കുകയാണ്. അവരുടെ ഇത്തവണത്തെ ഒരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുക എന്നുള്ളത്. ഇനി രാഹുൽ ഗാന്ധി വയനാട്ടിലല്ല റായ്ബറേലിയിൽ തന്നെ മത്സരിക്കാൻ തീരുമാനിച്ചാലും ഒരുപക്ഷെ ജയിക്കാനുള്ള സാധ്യത തന്നെയാണുള്ളത്. പക്ഷേ അമേഠിയിൽ കഴിഞ്ഞ തവണ സ്മൃതി ഇറാനിയോട് തോറ്റ ഭയം കൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയത് എന്ന് സംശയിക്കേണ്ടി വരും. അപ്പോൾ ഇതിനെക്കുറിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച ചില പോസിറ്റീവ്സുകൾ ഉണ്ട് എന്ന കാര്യത്തിൽ. കോൺഗ്രസ് ഇങ്ങനെ രാഷ്ട്രീയത്തിന് ഇറങ്ങുന്നതിന് ചില ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യൻ മണ്ണിൽ രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിക്കുകയാണ്. അതായത് റായ്ബറേലി എന്ന കോൺഗ്രസിൻ്റെ എക്കാലത്തെയും വലിയ ഉരുക്കുകോട്ടയിൽ നിന്നുകൊണ്ട് തുടർച്ചയായി, അതായത് ഹിന്ദി ഹൃദയഭൂമിയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുന്നു. അപ്പോൾ തെക്കൻ സംസ്ഥാനങ്ങളിൽ പല നഷ്ടങ്ങളും കോൺഗ്രസിനുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ആന്ധ്രാപ്രദേശ് പോലുള്ള പല സംസ്ഥാനങ്ങളിലും തിരിച്ചടി ഉണ്ടാകുന്നു, കർണാടകയിലുണ്ടാകുന്നു. അതിനോട് ചേർന്നൊരു മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയെ ഇറക്കി അവിടെ ഒരു വികാരമുണ്ടാക്കാൻ, ആ മേഖലയിൽ കൂടി ഒരു വികാരമുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് എന്ന് തന്നെ പറയേണ്ടി വരും. കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പരിധിവരെ അതൊരു ഗുണമുണ്ടാക്കുന്ന നിലപാടായിരിക്കാമെന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടി വരും. പ്രത്യേകിച്ച് വയനാടിനോട് ചേർന്നുള്ള മണ്ഡലമാണ് കർണാടകയോ മറ്റോ ഒക്കെ. അവിടെ ബെല്ലാരിയിലൊക്കെ നേരത്തെ മത്സരിച്ചിട്ടുള്ളതാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ തന്നെ, ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ളവർ തന്നെ. ഒരു കാര്യം ഉള്ളത്, ഇതിൽ പോസിറ്റീവ് പറയുമ്പോൾ നെഗറ്റീവും പറയേണ്ടി വരുമല്ലോ. യഥാർത്ഥത്തിൽ കുടുംബാധിപത്യത്തിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്നുള്ള നെഗറ്റീവും സ്വാഭാവികമായും പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഫലത്തിൽ ഒരു പരിധിവരെ കോൺഗ്രസ് സമം ഗാന്ധി കുടുംബം എന്ന നിലയിലേക്ക്, ഗാന്ധി കുടുംബം എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ഫാമിലിയിലേക്ക് പോകുന്നു എന്നതാണ് ഫലത്തിൽ സംഭവിക്കാൻ പോകുന്നത്. അതായത് പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് കാലുകുത്തുന്നു. പ്രിയങ്കയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ കാലമായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുവരെ ഒരു രാഷ്ട്രീയത്തിൽ ഇറങ്ങി നേരിട്ട് മത്സരിക്കാൻ പ്രിയങ്ക തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്.
അവിടെയും പ്രിയങ്ക തിരഞ്ഞെടുക്കുന്നതൊരു സേഫ് മണ്ഡലമാണ്. വയനാട് പോലെ ലീഗിനൊക്കെ വലിയ ആധിപത്യമുള്ള ഒരു മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തുന്നു എന്നുള്ളതാണ്. അത് പ്രിയങ്കയോ രാഹുൽ ഗാന്ധിയോ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. ദേശീയ നേതാക്കളൊക്കെ തന്നെയും ഒരു പരിധിവരെ അത്തരം സേഫ് മണ്ഡലങ്ങൾ ആണ് തിരഞ്ഞെടുക്കാറുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ നരേന്ദ്രമോദി വാരണാസിയിൽ പോയത് സേഫ് മണ്ഡലം എന്നുള്ളത് മാത്രമല്ല, ഉത്തർപ്രദേശിലാകെ ആ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം BJP പരീക്ഷിച്ചത് അതുതന്നെയാണ്. അപ്പോൾ ഒരു പോസിറ്റീവ് കോൺഗ്രസിനുള്ളപ്പോൾ ഒരു നെഗറ്റീവും സംഭവിക്കും എന്നുള്ളതാണ്. ഫലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചവർ വീണ്ടും രാജിവെക്കേണ്ടി വരുന്ന കാര്യം പറയുമ്പോൾ നേരത്തെ ഒരു പരിധിവരെ വിട്ടുപോയിട്ടുണ്ടാകും ആരിഫിൻ്റെ കാര്യം കൂടി. ഇപ്പോൾ അരൂർ MLA ആയിരുന്ന ആരിഫിനെ തൊട്ടിപ്പുറത്ത് മത്സരിച്ചവരാണ് ആലപ്പുഴയെ മത്സരിപ്പിക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്തൊരു ചരിത്രം കൂടിയുണ്ട്. തൊട്ടടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ അരൂരിൽ നിന്ന് വിജയിക്കുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടതാണ്. അങ്ങനെ കോൺഗ്രസോ BJPയോ മാത്രമല്ല, CPM ഇക്കാര്യത്തിലൊരു ഒട്ടും പിന്നിലല്ല. കേരളത്തിലെ ചരിത്രത്തിലേക്ക് വന്നാലും ഇപ്പോൾ മട്ടന്നൂരിൽ നിന്ന് ശൈലജ ടീച്ചർ മത്സരിക്കാൻ വടകരയിലെത്തി, ഷാഫി പറമ്പിലെത്തി. ഷാഫി ജയിച്ചതോടെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുന്നു. ആലത്തൂരിലും മത്സരിക്കാൻ രാധാകൃഷ്ണൻ എത്തിയതോടെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യമാണുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റ അഭിപ്രായമുള്ളൂ, പാർട്ടി ഏതായാലും ഇത്തരം അഭ്യാസക്കാരെ തോൽപ്പിക്കണം എന്നുള്ളതാണ്. അതിൽ യാതൊരു സംശയമില്ല. കാരണം ഒന്ന്, ജനങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടിക്കുകയാണ്. കാരണം ഈ വോട്ടിംഗ് പാറ്റേൺ കൊണ്ട്, പ്രത്യേകിച്ച് തൊട്ടടുത്ത് തന്നെ ഒരു മണ്ഡലം രാജിവെക്കുന്ന സ്ഥിതി വന്നാൽ, യഥാർത്ഥത്തിൽ വയനാട്ടിൽ മത്സരിക്കുന്ന സമയത്ത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുന്ന കാര്യം പ്രഖ്യാപിച്ചിരുന്നില്ല. അത് ഫലത്തിൽ മറച്ചുവെക്കുക കൂടി ചെയ്തു കൊണ്ടാണ് വയനാട്ടുകാരെ പറ്റിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ സുരേന്ദ്രനൊക്കെ നേരത്തെ 2 മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ അതൊരു തെരഞ്ഞെടുപ്പ് സമയമാണ്, ഒരു ഘട്ടമുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് രണ്ടും ഒരുമിച്ച് പ്രഖ്യാപിച്ചു. പക്ഷേ ഇത് വയനാട്ടുകാർ അറിഞ്ഞിരുന്നില്ല തങ്ങൾ ഇങ്ങനെ ഒരു അബദ്ധത്തിലേക്കാണ് ചെന്ന് വീഴുന്നത് എന്നുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതെങ്ങനെ പ്രതിഫലിക്കും, പ്രിയങ്കയുടെ വരവ് എങ്ങനെ എന്നുള്ളതിൽ നമ്മൾ വിശദമായി മറ്റൊരു വീഡിയോ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ പ്രിയങ്കയുടെ വരവ് തീർച്ചയായും മുസ്ലിം ലീഗിനടക്കം വലിയ ആധിപത്യമുള്ള ഒരു മണ്ഡലമായതുകൊണ്ട് തന്നെ അതൊരു വലിയ പോസിറ്റീവായി മാറാനുള്ള സാധ്യതയുണ്ട്. പ്രിയങ്ക ജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയും തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ ആ സമയത്തെ കാര്യങ്ങൾ എങ്ങനെയാകും എന്ന് പ്രവചിക്കാൻ പോലും നമുക്ക് സാധ്യതയുള്ളൂ. അതുകൊണ്ട് പ്രിയങ്കയുടെ ജയപരാജയങ്ങളെക്കുറിച്ച് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ സാധ്യമല്ല. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്നുകൂടി കമൻറ്റായി രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം, നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യണം. ഒപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. തീർച്ചയായും പ്രിയങ്കയെ കേരളത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുതിയൊരു രാഷ്ട്രീയ ഭാവി കേരളത്തിനും ഒപ്പം തന്നെ കേരളത്തിലെ രാഷ്ട്രീയത്തിനും തീർച്ചയായും ശക്തി പകരുന്ന ഒന്ന് തന്നെയാണ് UDFനെ സംബന്ധിച്ച്. പ്രിയങ്കയ്ക്ക് ഇന്ത്യ മുന്നണിയെ വലിയ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും ആശംസിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. നന്ദി.